In our OIT speaking role plays, we do get cards that contain reluctant cases. അതായത് തുടക്കത്തിൽ തന്നെ പേഷ്യൻ്റ് നല്ല രീതിയിൽ അജിറ്റേറ്റഡ് ആംഗ്രി ഒക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ പേഷ്യൻറ്റിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാനായിരിക്കും. പക്ഷേ നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പേഷ്യൻ്റ് ഒട്ടും കൺവിൻസ്ഡ് ആകുന്നില്ല. നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസിനെതിരെയാണ് ഇദ്ദേഹത്തിൻ്റെ ഡിസിഷൻ. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ വരുവാണെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഫസ്റ്റ് സിനാരിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ റോൾ പ്ലേ കാർഡിൽ ഇതൊരു ടാസ്ക് ആയിട്ട് തന്നിട്ടുണ്ട് എങ്കിലും ഇല്ല എങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഈ അജിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി കാം ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ കാം ഡൗൺ ചെയ്യാണ്ട് ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ട് ഈ ഒരു റോൾ പ്ലേ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പേഷ്യൻ്റ് ഭയങ്കര ആംഗ്രി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ളൊരു ഉത്തരം ഒരിക്കലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ടു ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ വി ക്യാൻ യൂസ് സം അപ്പോളജീസ്, സം റീഅഷുറൻസ് ഫ്രേസസ്. ഇതൊക്കെ ഉപയോഗിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പേഷ്യൻറ്റിനെ കാം ഡൗൺ ചെയ്യിക്കാം. ഇനി സെക്കൻഡ് സിനാരിയോ, അതായത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രൊസീജിയറിനെ പറ്റി പേഷ്യൻ്റ് ഒട്ടും തന്നെ കൺവിൻസ്ഡ് ആകുന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്നൊരു റിട്ടൺ കൺസെൻറ്റ് മേടിക്കുക. കൺസെൻറ്റ് ഇൻ ദ സെൻസ്, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മെഡിക്കൽ അഡ്വൈസിനെതിരെ സ്വമേധയാ ഈ പറയുന്ന പേഷ്യൻ്റ് പോവുകയാണ് എന്നൊരു കൺസെൻറ്റ് എഴുതി മേടിക്കുക. ആൻഡ് ഫോർ ദിസ് വി ക്യാൻ സേ, Sir, I totally respect your decision, but it is really important for you to undergo this particular procedure. But if you insist, I would suggest you to write a written consent stating that you are moving against all medical advice. And I will inform the doctor regarding the same. ഈ ഒരു രീതിയിൽ ഇത്തരം റിലക്റ്റൻറ്റ് കേസുകൾ നമുക്ക് പെട്ടെന്ന് എൻഡ് ചെയ്യാൻ പറ്റും. So I hope this video was useful for you guys. Follow Teachers Academy on all the socials. ഉറപ്പാണ് വിജയ്.